ഹലോ ഗൈസ്, സോ എല്ലാവർക്കും ഒരു പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു ഹിഡൻ സ്പോട്ടിൽ പോകാൻ വേണ്ടി. ഹിഡൻ സ്പോട്ട് തന്നെയാ? ഹിഡൻ സ്പോട്ട് തന്നെ, കന്യാകുമാരിയിലുള്ള ഒരു മോസ്റ്റ് ലക്ഷറി സ്പേസ് ഇല്ലേ? തന്നെ 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 ചേട്ടൻ പറഞ്ഞ് ശരി തന്നെ. സോ നമ്മുടെ എല്ലാവരും പോണ ഗൈസ്, പോണ വഴിക്ക് നോക്കാം. നമ്മുടെ കരിമ്പാറയിലാണ് പോണത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇവരെല്ലാം പോയിട്ടുണ്ട്. നല്ല സ്ഥലമുണ്ടല്ലോ. ശരി, ഓക്കെ പോവാം ഗൈസ്. പോണ വഴിക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ 10 മണിക്ക് ഇറങ്ങാൻ നിന്നത്, മണി ഇപ്പോൾ 1 മണിയായി. ഈ ചേട്ടൻ കാരണമാണ്. ഈ ചേട്ടൻ 1 മണിക്കൂർ ചോറുണ്ടോണ്ടിരുന്ന് ഒതുങ്ങിയിരിക്കുന്നു. ഈ ചേട്ടൻ ഒരാളാണ് 10 മണി എന്ന് പറഞ്ഞിട്ട് എത്ര മണിക്ക് വന്ന്? 10 മണി പറഞ്ഞിട്ട് 9 മണിക്ക് വന്ന്. 10 മണി എന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് വന്നു. 1 മണിക്കൂർ നേരത്തെ എത്തി എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഈ ചേട്ടൻ വന്നപ്പം ഇവിടെ ചോറ് കഴിച്ചോണ്ടിരുന്നു. ഞാൻ മാത്രമാണ് കറക്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു പോയിന്റ് ഇപ്പോൾ 2 ചേട്ടന്മാർ വരാറുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോണ വഴിക്ക് കാണാം. നല്ല ഫണ്ണായിരിക്കും. നമ്മളെല്ലാവരും വണ്ടിയിലാണ്, ബൈക്കിലാണ് പോണേ. ഇതാ ഒരു സ്കൂട്ടി, ഇതൊരു ബുള്ളറ്റ്, ഇനി 2 പേര് വരും. ഓക്കെ, നമുക്ക് പോവാം. അത് അടിച്ചത് ഓഫ് ഇനി കാണിച്ചു. ഇനി അടുത്തോ. ഓക്കെ വണ്ടി സ്റ്റാർട്ടായി. അടിച്ചോ, സ്റ്റാർട്ട് ചെയ്തോ. വണ്ടി എല്ലാം ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. നമ്മളെല്ലാവരും ഇതാ പോണ് വയ്ക്കുന്നത്. നല്ല മാസമായിരിക്കും തോന്നുന്നു. സ്കൂട്ടി ഓടിക്കാൻ അറിഞ്ഞൂടിയാ ഗായ്സ്? എൻ്റെ കാര്യം ടീമ് തിരാവുമെന്തോ ബൈക്ക് വണ്ടിച്ചോണ്ട് ക്ലച്ചിൻ്റെ വരുന്നുണ്ട്. ദൈവത്തിനറിയാം. പോയി ചാത്താ വരാം ഗൈസ്. വണ്ടി കൂടിയാ വണ്ടി അതാ വളഞ്ഞൊക്കെ പോണ് വണ്ടി. ബാക്കിൽ അവർ വരുന്നത് റൈഡർ വരുന്നുണ്ട്. റൈഡർ നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഓട്ടിക്കാറിഞ്ഞൂടാന്നാണ് പറയണത്. അതിൽ പെട്രോളും ഇല്ല. നമ്മളിന്ന് പോണ വഴിക്ക് നിൽക്കുമ്പോൾ എന്തിനാവുമെന്ന് അറിഞ്ഞൂടാ. കടലിലേക്ക് കിട്ടും. അടുത്ത ആഴ്ച കോളേജിൽ പോണ ലീവ്, വെക്കേഷൻ ലീവ്. സോ ഇതായിരിക്കും മാക്സിമം ലാസ്റ്റ് ട്രിപ്പ് ഈ വെക്കേഷനിൽ. അത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത വെക്കേഷനിൽ പോവാം. ലോങ് ട്രിപ്പ്. ഓക്കെ, ഈ അടുത്ത പോയിട്ട് ബാക്കി 2 ചാരമുണ്ട്. ഗൈസ്, ഇതാ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, വൈഷ്ണവ് ചേട്ടൻ. നമ്മുടെ ഇവിടെ വന്ന് പെരിഞ്ചിലം പോകുന്ന ചേട്ടൻ. ഓക്കെ, ഇപ്പം അവർ മാറി കയറി. ഇപ്പം ഞാൻ വണ്ടി എടുത്ത് ബാക്കിൽ ഇവരുണ്ട് കയറുന്നു. ഈ ചേട്ടൻ്റെ കൂടെ കയറുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി പോണ വഴിക്ക് നോക്കാം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ ദൂരം വന്ന് ഇവിടെ ഇതോടെ സ്ഥലത്തിൻ്റെ പേരെവിടെ എത്തിയില്ല. ഇല്ല, ഇപ്പം നിൽക്കുന്ന സ്ഥലം തടിക്കാരകുണം എത്തി ഗൈസ്. അവിടെ ഒരു ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുന്നു. സോ നമ്മൾ വരണ വഴി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വണ്ടിയുടെ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് ഗൈസ്. ചേട്ടനാണ് ഷൈ ചേട്ടൻ, വൈഷ്ണവനും ഷൈബ്രോ എക്സ് യൂട്യൂബർ. ബാക്കിൽ ശിശു ചേട്ടൻ, എൻ്റെ ബാക്കിൽ വിഘ്നേഷ് ചേട്ടൻ, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇവിടെ നടത്ത നേരെ കരിമ്പാറ. അവിടെ ഇപ്പോൾ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോണത്. എന്താണെന്ന് അറിഞ്ഞൂടാ. പാറയിലൊക്കെ എൻ്റെ വണ്ടി കയറുമെന്നും അറിഞ്ഞൂടാ. ഓക്കെ, നോക്കാം. നമ്മൾ എന്തിനാണ് എടുത്തിരിക്കുന്നത്? എന്തോന്ന് വാങ്ങിയേ? ആ ഗൈസ്, പൊറോട്ട. നീരജ് ചേട്ടൻ ട്രീറ്റ്. നോക്കാം എന്തൊക്കെ നടക്കുമെന്ന്. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത് പോണ വഴിക്ക് ഗൈസ് ട്രിപ്പിന് ഒന്നിടത്ത് ഒരു അപ്പൂപ്പനെ സഹായിക്കുന്ന ബെനിച്ചൊക്കെ. ഹ്യൂമാനിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്. ഇഷ്ടപ്പെട്ടിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. വണ്ടി കൊള്ളാമാ? ഈ അപ്പൂപ്പൻ്റെ വണ്ടി എല്ലാം ചെയ്ത് കൊടുക്കും. ഗണിച്ചാണ്ട് ഈ പ്രവൃത്തിയിൽ തന്നെ എന്തിനാണ് തോന്നണത്? ഗണിച്ചാണ്ട് ഈ പ്രവൃത്തിയിൽ എന്തിനാണ് തോന്നണത്? ഒന്നും തോന്നുന്നു.
സിംബുവാ മറ്റേ സോങ് ഇട്ടോ അന്താകായം അന്താകായം പോതാതെ പറവൈ ഒன்று. ചേട്ടൻ എന്താണ് തോന്നണേ? ഇതേപോലത്തെ നന്മകൾ നീ നടക്കണമാ? ഇതേപോലത്തെ നന്മകൾ നീ നടക്കണമാ? നീ നടക്കണം, എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ട, പാവല്ലേ. ആരെന്തിനു വിളിച്ചാലും പോവും, പാവം. I mean any help. What do you mean? പാവം തൂത്തരാ കൊടുക്കണ. ഈ പുണ്യ പ്രവൃത്തി ചെയ്തപ്പോ എന്താണ് തോന്നണേ? വെള്ളരിക്ക എത്രയോ നേരം കൊണ്ട് വന്ന് നിക്കണ്. എവിടെ പോണ് അപ്പൂപ്പൻ്റെ കയറി പോണ്. അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ടുണ്ടോ? ഗ്രാൻഡ് ഫാദറിൽ നമ്മുടെ കൂടെ വന്ന 2 നീരജേട്ടനും വൈഷ്ണവേട്ടനും പൊറോട്ട വാങ്ങിക്കാൻ പോയി. അവിടെ പോയി പൊറോട്ട അടിച്ച് വാങ്ങിച്ചോണ്ട് വരണം തോന്നുന്നു അവര്. അല്ലെ അവരാണ് വെക്കണേ തോന്നുന്നു. എന്തിനാ വന്നോ കടുപ്പായിരിക്കണേ. നമ്മളൊരു 1/4 മണിക്കൂർ കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഈ നേരം മേലെ കയറി ഇരിക്കാം കരിപ്പാറയിൽ. കരിപ്പാറയല്ലേ, കരിമ്പാറയിലെ മേലെ കയറി ഇരിക്കാം. ശിശുവാണെല്ലാം മടുത്ത് കുട്ട ഇപ്പം വീട്ടിൽ പോയി കിടന്നു പറഞ്ഞു. കടുപ്പായിരിക്കണേ. ഇവരെ കാണാനില്ല. ആൾറെഡി ഇറങ്ങിയതേ ലേറ്റ്. 10 മണിന്ന് പറഞ്ഞിട്ട് 1 മണിക്കാണ് ഇറങ്ങിയത്. എന്നിട്ട് വിരട്ടി അടിച്ച് എങ്ങനെയോ 1:45 ഇവിടെ എത്തി. 3/4 മണിക്കൂറിലെത്തി. എന്നിട്ട് ഇപ്പോൾ അതാ വീണ്ടും 3/4 മണിക്കൂറോടെ പോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 3 മണിക്ക് വീട്ടിൽ കയറണം. കയറാനില്ലയോ? സമയുടെ നേരെ പോയി പൊറോട്ട കഴിച്ചിട്ട് തടിക്കാരെ കുളത്തിൽ ലൊക്കേഷൻ പറഞ്ഞാൽ തടിക്കാരെ കുളം, ഇവിടെ പാർക്കാണത്തിൽ നേരെ പാഞ്ഞാർ കുളം, ചുഴവളത്തിൽ ഏർക്കുളമ്പീൻ, തടിക്കാരെ കുളം, തടിക്കാരെ കുളത്തിൽ അകത്തോട്ട് കയറി നേരെ കടിപ്പാണ്. നമ്മുടെ ചാടി കേസെല്ലാം കുറച്ച് ഈ റോഡ് തന്നെ അങ്ങോട്ടെല്ലാം കയറി പോകണം. കുറേ എല്ലാം മഴ വരുന്നത് തോന്നണേ. അവരുടെ വെച്ചുകൊണ്ടിരിക്കുന്നത് സ്പോട്ടിലാണ് കാണിച്ചു തരാം. സ്പോട്ടെന്ന് പറയും. പക്ഷെ നിറയെ പേര് പോയി. ഗൈസ് അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാന്. ബുള്ളറ്റിൽ നമ്മൾ ഡിയിൽ ധനിചേട്ടൻ, ഡ്യൂക്കിൽ നീരജേട്ടൻ, MTയിൽ വൈഷ്ണവ ചേട്ടൻ, നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നു. നമ്മളെല്ലാവരും നിൽക്കുന്നു ഗൈസ്. വീഡിയോ എടുക്കാനാണ്. മാസം കിട്ടുമെന്നാണ് തോന്നണേ. ഓക്കെ ഗൈസ്, ഇങ്ങനെ എല്ലാം എടുത്തെടുത്ത് നമ്മൾ നല്ല അഡ്വഞ്ചർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ വഴി കാണാം. നമ്മളൊന്നിതാ ഇതാണ് ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇത്. നമ്മളിതാ ഫോട്ടോ എല്ലാം എടുക്കണത്. നല്ല വൈബ് സ്ഥലം ഗൈസ്. നല്ല മല ഇതെല്ലാം കന്യാകുമാരിയിലിരിക്കുന്ന ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. സോ അടിപൊളി സ്പോട്ട്. നമ്മളെല്ലാവരും വന്ന് ബാക്കി ഒരു 2 പേര് അങ്ങോട്ട് പോയി. ധനിച്ചേട്ടൻ ശിശുവേട്ടെല്ലാം കുറച്ച് അങ്ങോട്ട് പോയി. അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ നിൽക്കാന്നാണ് പറഞ്ഞത്. നമ്മുടെ വണ്ടിയിലെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. സോ നിറയെ പയ്യന്മാർ പോയി കേസ് അങ്ങോട്ട്. നിറയെ ഫ്രണ്ട്സായിട്ട് ഗ്യാങ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. സോ ഓക്കെ, ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നോക്കി അങ്ങോട്ട് പോവാം. ഇതാ ഓർഗനൈസേഷൻ തന്നെ എല്ലാവരും. ഓക്കെ, ഇതാ നമ്മളെ ഡ്യൂക്ക് 250 നമ്മളെ 250 ഇത് അണ്ണൻ കയറിന്. അത്രയും ചെളി എന്നാലും ഞാൻ കയറിന്. ഓക്കെ, നമുക്ക് ഇനി പോവാം ഗൈസ്. പോയിട്ട് പോകാനിരിക്കുന്ന നിറയെ സ്പോട്ടെല്ലാം ഉണ്ടെന്ന് തന്നെ തോന്നണ. നോക്കാം. ഫുള്ള് കാടിനകത്തൂടെയാണ് നമ്മൾ നിൽക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി എക്സ്പീരിയൻസ്. എന്നാ കിട്ടില്ലേ? ഇതില്ല സ്ഥലേ അടിപൊളി സ്പേസ്. ലൈഫിൽ ഒരിക്കൽ ഇങ്ങനെ എവിടെയാണോ വെച്ചിട്ടുള്ള കന്യാകുമാരിയിലെ ചെമ്പ് നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിലെ അടിപൊളി സീസണിലാണ് ഞാൻ ഇവിടെ നാട്ടിലുള്ളത്. വെക്കേഷൻ കറക്റ്റ് സമയത്ത് ഓഫ് റോഡൊക്കെയാണ്. കയറി പോകുന്നുണ്ട്.
മഴയത്ത് മൊത്തം റോഡൊക്കെ മോശമായി. ഓക്കെ അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ഇതുണ്ടെങ്കിൽ കാണിച്ചില്ലേ. കുളിക്കാൻ പറ്റുമോ ഗൈസ്? അതായിരിക്കണേ അങ്ങേര് നമ്മുടെ മേലെ വിടണുള്ള അറിഞ്ഞൂടാ. ചേട്ടാ വിടൂല, മേലെ വിടൂല, മേലെ വിടൂല. ചോ നമ്മുടെ താഴെ നിന്ന് ഇത് നമ്മുടെ ഗ്യാങ്ങിൽ പുതിയ ചേർന്ന് ഇങ്ങനെ ട്രിപ്പില്. ചില പേര് ജിനോ, ജിനോ ബ്രോ. ആദ്യ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് എക്സ്ക്ലൂസീവ് ധീരജേട്ടൻ എക്സ്ക്ലൂസീവ് കിട്ടിയിട്ടുണ്ട്. ഫുഡെല്ലാം അതിലൊന്ന് പാടത്ത് പോയിട്ട് കുളിക്കാൻ വേണ്ടി വന്ന് പാവം നനച്ചാട്ടെ. വ്യൂ ഇവിടെ വന്ന് മേലെ കയറാൻ പറ്റുന്നില്ല, മെയിൻ സ്പോട്ടിൽ പോകാൻ പറ്റുന്നില്ല. അവിടെ എന്താ റെസ്ട്രിക്ഷൻസ്. ഇപ്പം അവിടെ കഴിക്കാൻ പോകണോ നോക്കാം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലേ കേസ് അവസ്ഥ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലേ ബ്രോ അവസ്ഥ. പൊറോട്ട എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം പൊറോട്ട. ചേട്ടാ ചേട്ടാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ലേ അവസ്ഥ. ശിശേട്ടാ എന്താണ് തോന്നണത്? എന്താണ് തോന്നണേ? ഒന്നും തോന്നുന്നില്ല. നമ്മളിനി കഴിച്ചിട്ട് ഇവിടെ നിന്ന് കാളികേശമുണ്ട്. കാളികേശം പോയി കുറച്ച് ഫോട്ടോസ് എടുത്ത് കിട്ടും. ബൈസ് സീനായി. ഇവിടെ അങ്ങനെ സെക്യൂരിറ്റി ആരും എന്തൊക്കെ പറഞ്ഞ് മേലെ കയറി ഇല്ലീഗലായിട്ട് ആരൊക്കെ കയറി. അപ്പം അങ്ങേര് ആരെയും വിളിക്കാൻ പോയിരിക്കുന്നു. പോലീസായിട്ട് വരും തോന്നണ്. നമ്മളിവിടെ നേരെ അടുത്ത കാളികേശം പോകുന്ന പ്ലാന്. പോയതെയാ പാവം ബ്രോ പനിയായിട്ടുണ്ടെങ്കിൽ പനിയായിട്ട് കുളിക്കാൻ വിളിച്ചോണ്ടത്. പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. എന്തായാലും നല്ല കണ്ടന്റായി. ഞാൻ എവിടെ വന്നാലും ഇതിൻ്റെ അവസ്ഥ. ഒന്ന് മുട്ടത്ത് പോയി ഫോട്ടോ എടുക്കാൻ ബീച്ചിൽ ഇറങ്ങാമെന്ന് ഒന്നും എടുത്തില്ല. ഇവിടെ വന്നു മലയുടെ മണ്ടയിൽ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ വേണമെന്നില്ല. ചേടാ മുട്ടം പോയി ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഇവിടെ വന്ന് മലയിൽ കയറാൻ പറ്റിയില്ല. മണി 3 വീട്ടിൽ കയറിയില്ല. ഇതാ കണ്ടും കൊള്ളാം. എല്ലാം നീരജയുടെ ലേറ്റ് ആയതുകൊണ്ടാണ്. കാലത്ത് മുതലേ അവസ്ഥ കിട്ടും. എന്ത് കാലത്ത് എന്തിനു പറ്റിയേ? നേരത്തെ വന്നിരിക്കാം. ചിലവന്മാര് ചെയ്ത കാര്യമാണ്. പാവം 10:30 ഒന്ന് വിഘ്നേഷ് അണ്ണൻ. ഒരു മണിക്കൂർ പോയി പെൻഡിങ് ആയി. അത് എനിക്ക് ഭയങ്കര ഇതായി. ഇന്നലെ പറഞ്ഞ அப்போ நான் பொட்டனா ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? നമ്മുടെ അടുത്ത പോണ്. ഞാൻ വണ്ടി എടുക്കണു. വണ്ടി എടുത്ത് പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ. എന്തുകൊണ്ട് വരാൻ? നമ്മുടെതാ എവിടെ ചേട്ടാ വാട്ടർ ബോട്ടിൽ പിടിച്ചോണ്ട്. ഓ കേസ് നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോണു. മൂഞ്ചി കേസ് ഇത് ചെയ്യാൻ ഇനി വേറെ വഴിയില്ല. നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോകാം. ബൈ ബൈ. ഇനി അടുത്ത സ്പോട്ടിൽ പോണേ വരാം. ഇതിൻ്റെ അടുത്ത് വേറെ എന്തുകൊണ്ട് വരാം. ബൈ. കേസ് നമ്മളങ്ങനെ കാളികേശത്ത് വന്ന് ഇൻസ്റ്റയിൽ റീലിൽ എല്ലാത്തിലും ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരു പാടം. ആട് മാട് കോഴി എന്തൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വന്നപ്പം പാടം മാറി വെള്ളമായി. പക്ഷേ നല്ല സ്പോട്ട്, കിടില സ്പോട്ട്, നല്ല വ്യൂ. പക്ഷേ വണ്ടി നേരത്തെ ഒന്നെങ്കിൽ വണ്ടിയെല്ലാം തിറക്കായിരുന്നു. ഇപ്പോൾ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റില്ല. എന്താവും അറിഞ്ഞൂടാ. ഓക്കെ നോക്കാം. ഒന്നും അറിഞ്ഞില്ല. ഓക്കെ ചേട്ടാ പറ. കരിമ്പാറ വിളിച്ചോണ്ടൊന്നും കയറാൻ പറ്റിയില്ല. കാളികേശത്ത് കൊണ്ടുവന്ന് ഇന്ന് നമ്മളെ എല്ലാവർക്കും
ബാഡ് ലക്കാണ്. അടിപൊളിയല്ല പാവ ആ ചേട്ടയൊക്കെ തിരുനെല്ലിയിൽ വന്നത് തിരുനെല്ലിയിൽ നീ ഇത് കാണാൻ വേണ്ടി നീരാണ് വിളിച്ചെടുത്തത്. ഞാൻ വിളിച്ചല്ലേ വൈഷ്ണവ് വൈഷ്ണവ് ചേട്ടാ പാവം വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ചേട്ടാ പനി പിടിച്ചിരിക്കുന്നു. എന്താണ് പറയാ അയ്യോ ഗൈസ് മൊത്തം ഞാൻ വ്ളോഗ് തുടങ്ങിയ തൊട്ട് എല്ലാം അടിപൊളിയെല്ലാം മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ശരി അടുത്ത വണ്ടി കയറണേ കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നവര്. ഈ വണ്ടിയുടെ ബാക്കിൽ കയറിയാൽ എൻ്റെ ഷർട്ട് മൊത്തം ചെളിയായി. അപ്പോൾ അതാ വീട്ടിൽ പോണ്. പിന്നെ ധനിച്ചേട്ടനാണ് വണ്ടി എടുക്കണം ലീവ് എടുക്കണം. പിന്നെ ഇത്രയും വന്നതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് വണ്ടി ഡ്യൂക്ക് വെച്ച് കുറച്ച് റീലെടുത്ത് പിന്നെ നോക്കാം ഗൈസ് നമ്മുടെ റോഡ് ട്രിപ്പ്. എന്റെ മൊബൈൽ അയ്യോ അയ്യോ പക്ഷേ കൊള്ളാം, നല്ല ട്രിപ്പായിരുന്നു. ഓരോരുത്തരുടെ എക്സ്പ്രഷൻ സേസ് ഇറ്റ് ഓൾ. പക്ഷേ ഇതെല്ലാം കന്യാകുമാരിയിലുള്ള നമുക്കൊന്ന് നല്ലൊരു ഭാഗ്യമാണ്, നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ വെളിയിലുള്ളവരൊക്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥ ആണെങ്കിൽ ഇതിനെയും കാട്ടിൽ കഷ്ടമായിരിക്കും. പക്ഷേ നമുക്കിവിടെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് വിഷമം അണക്കാതെ കോവിൽ പരിപാടി പറഞ്ഞത് കന്യാകുമാരി എങ്ങനെ വീട്ടിൽ പോകണം. കോവിൽ പരിപാടിന്റെ അവരുള്ള ജോലി എല്ലാം ചെയ്യിപ്പിച്ചവര് കടുപ്പാവില്ല അങ്ങനെ പറഞ്ഞത്. ചേട്ടാ എങ്ങനെ കന്യാകുമാരി വിട്ട് പോകുമ്പോ പോവില്ല, ജോലിക്ക് പോയില്ല, അതുകൊണ്ടാണ് ജോലിക്കാ പോകാത്തത് ഇല്ലേ ഗൈസ്? നമ്മളെല്ലാം VIPs ആണ്. 50,000 സാലറി ഉള്ളതാണ്. ഈ കൂട്ടത്തില് ഉത്തരവാദിത്തമുള്ളത് ശിശുവായിട്ട് മാത്രം. വീട്ടിലാ പേരിങ്ങനെ ഒന്നും പറയാനില്ല. ഇത് പറയണമെന്നേ അറിഞ്ഞൂടാ. ഇനി നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഗൈസ്. ബൈ ബൈ. ഇനി അടുത്ത സ്പോട്ടിൽ പോകണോ അല്ല വീട്ടിൽ പോകണമെന്ന് അറിഞ്ഞൂടാ. വരണ വഴിക്ക് വണ്ടിയും പഞ്ചറായോ കാറ്റ് കുറവെന്ന് അറിഞ്ഞൂടാ. ഇനി അത് നോക്കണം. ഇന്നത്തെ ദിവസമായി കൊള്ളാം. പിന്നെ നമ്മുടെ ഗ്യാങ്ങിൻ്റെ കൂടെ വന്നതുകൊണ്ട് വൈബുണ്ട്. പിന്നെ കൊള്ളാം ഗൈസ്, ട്രിപ്പ് ആക്ച്വലി കൊള്ളാം. സ്പോട്ട് മാത്രം കുറച്ച് ശോകമായിരുന്നേ ഉള്ളൂ. ഓക്കെ ഡ്യൂക്കിന് വേണ്ടി അടി ഇവിടെ. ഓക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബൈ ബൈ. ഇത് കറക്റ്റ് വ്ളോഗിന് കറക്റ്റ് ഗായ്സ്. ഇത് കണ്ടോ ഇവിടെ റീലെടുക്കാൻ ഓടി കിട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കാളികേശത്തിൽ നിന്ന് ഇറങ്ങി മഴ അടിച്ച്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാന്ന് പോയാലോ എല്ലാവരും പോയാലോ. ഓക്കെ ഞാൻ എല്ലാം നമ്മുടെ വീട്ടിൽ പോകണു. ഇനി അത്രേ ഉള്ളൂ. വഴിയിൽ ഇനി വണ്ടി പഞ്ചർ ചെറുത് ഒട്ടണം, പഞ്ചർ നോക്കണം. ഓക്കെ ബൈ ബൈ. ഇനി വീട്ടിൽ പേര് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം തീർന്നു. നമ്മുടെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര മഴ. ബാക്കിൽ അവരുണ്ട്, ബാക്കിൽ അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഞാൻ ചാനൽ പേര് ഇതുവരെ പറഞ്ഞില്ല. വീഡിയോ പറഞ്ഞവരെ ബൈ. സമയമായില്ല ഗൈസ്, എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. 1-2 സ്ഥലത്തേ പറഞ്ഞുള്ളൂ. ആദി ബ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യണം. ശരി ഗൈസ്, അപ്പോൾ തന്നെ ലാസ്റ്റ് ട്രാവൽ വീഡിയോ ആയിരിക്കും. ഇല്ല, ഇത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകണം. പിന്നെ അങ്ങനെ കോളേജിലെ സീരീസൊക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ലീവിന് വരുമ്പോഴേ ഇതേപോലെ ദൂരത്തൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുള്ളൂ. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് കൂടെ പിടിക്കാൻ നോക്കാം. ഓക്കെ ഭയങ്കര മഴ, അടിച്ച മഴ എന്ന് പറഞ്ഞാൽ ഇല്ല മഴ. നമ്മുടെ തൈക്കാരെ കൂടെ റോട്ടിൽ കൂടെ ചുരുളോട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. സെറ്റ് സ്ഥലം, കാരണം ലെവൽ സ്ഥലം അടിപൊളിയായിരിക്കുന്നു. ബാക്കിൽ അവർ ഉളറ്റിയുണ്ട്. ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അതായിരിക്കും ബൈ ബൈ. ബാക്ക് പൊങ്ങിയിരിക്കുന്നു ഈ ചേട്ടന്. ഇതൊരു തട്ടയില്ല രണ്ട്. എന്തിരി ബാക്ക് എന്തിരി ബാക്കിൽ എന്തിരി ഒരു ബൈക്ക് അവിടെ ഉണ്ടല്ലേ തോർത്തണം.